എത്ര ആളുകളെ അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടാവും? 57ഓളം പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. 12 വയസ്സിൽ തുടങ്ങിയൊരു പ്രോഗ്രാമാണിത്. അത് ആകസ്മികമായിട്ടങ്ങ് സംഭവിച്ചതായിരുന്നോ? ഈരാറ്റുപേട്ടിൽ ഈലക്കയോ എന്ന് പറഞ്ഞ ആറിൻ്റെ തീരത്താണ് എൻ്റെ വീട്. വെളുപ്പിന് തന്നെ ഉരുളുപൊട്ടി വെള്ളം വരുമായിരുന്നു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഉമ്മ ആദ്യം ഒഴുകി വന്നു. ഞാൻ പെട്ടെന്ന് ഉമ്മ കറക്റ്റ് എടുത്തിപ്പോൾ ഉമ്മയുടെ അടുത്തോട്ട് ചാടി ഇറങ്ങി. ഉമ്മാനെ കറക്റ്റ് കയറി പിടിക്കാണ്ട് ഉമ്മ എന്നെ കയറി വട്ടം പിടിച്ചു. വെള്ളത്തിലോട്ട് താന്ന് മുങ്ങി പോയപ്പം എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഓടി വന്ന് ഞങ്ങൾ രണ്ടിനെയും കൂടെ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ആദ്യത്തെ ഒരു രക്ഷപ്പെടുത്തൽ. മരണം സംഭവിച്ചു കഴിഞ്ഞ് ബോഡി റിക്കവർ ചെയ്ത സംഭവങ്ങൾ ധാരാളമില്ലേ? ഒത്തിരി 114ഓളം ഉണ്ട്. വെള്ളത്തിൽ മുങ്ങി എടുത്തിരിക്കുന്ന തന്നെ ഒരു 100ഓളം ഉണ്ട്. ഒരു കൊച്ചു വെള്ളത്തിലോട്ട് പോയതേ ഉള്ളൂ, പെട്ടെന്ന് ഓടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെള്ളത്തിൽ രണ്ടാമത്തെ മുങ്ങച്ചയ്ക്ക് കൊച്ചു കിടക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് അടിയിലോട്ട് പോയി എത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ആക്ഷൻ കാണിച്ചപ്പോഴേ അവർക്ക് മനസ്സിലായി ഇവിടെ കൊച്ചുണ്ട്. അവര് പെട്ടെന്ന് ചാടി ഇറങ്ങിയപ്പോൾ ആ ഒഴുക്കിൽ അവരും കൂടെ താഴത്തോട്ട് എത്താൻ പറ്റാതെ ഒഴുകിപ്പോയി. ഞാൻ മോളിൽ വന്ന് ഒന്ന് റിലാക്സ് ആയി പെട്ടെന്ന് വന്ന് രണ്ടാമത്തെ മുങ്ങച്ചി കൊച്ചിനെ മുങ്ങി എടുത്ത് കൊച്ചു അടിക്കിടന്ന് പെടയ്ക്കുവാ ഇങ്ങനെ. അപ്പൊ കൊച്ചിനെ ഞാൻ പകുതിക്ക് എടുത്തിട്ട് മുകളിലോട്ട് പോയപ്പോൾ എൻ്റെ ശ്വാസം തീർന്നു. ഈരാറ്റുപേട്ടക്കാരൻ അഷ്റഫ് കുട്ടി എവിടെ ഒരു ദുരന്തമുണ്ടായെന്നറിഞ്ഞാലും അവിടേക്ക് ഓടിയെത്തും. ഒരു ജീവൻ രക്ഷിക്കാൻ കിട്ടുന്ന അവസരം അദ്ദേഹം നഷ്ടപ്പെടുത്തില്ല. ഒരു ജീവൻ പൊലിഞ്ഞു പോയെങ്കിൽ ആ ബോഡി തപ്പിയെടുത്ത് വീട്ടുകാരെ ഏൽപ്പിക്കുന്നതുവരെ അദ്ദേഹം കൂടെ നിൽക്കും. ഇതിനോടകം 150-ലേറെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത 50-ലേറെ ആളുകളെ ജീവനോടെ രക്ഷപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. നമുക്ക് ആ കഥ തുടരാം. നമുക്ക് ഈ കോവിഡ് കാലത്ത് പൊതുവേ ലോക്ക്ഡൗണായി ആരും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനം അന്നേരം ചെയ്തത്? ആദ്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളെ ഇറക്കി വിടുകയല്ലോ, ആദ്യം നമ്മളെ ടീം എമർജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തിൽ നിന്നും പോലീസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ എന്തിനും പ്രവർത്തിച്ചോളാം, ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം കൊണ്ടേ പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിക്കോളാൻ പറഞ്ഞ് ആദ്യം ഞങ്ങൾ മരുന്നടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് കോവിഡ് വരുന്ന ആൾക്കാരെ കൊണ്ടുപോകാനും ഒന്നും ആളില്ല. എന്നപ്പോൾ പഞ്ചായത്തിൽ നമ്മൾ വിളിക്കും, ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കും. അങ്ങനെ ഹോസ്പിറ്റലിലേക്കെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പോകും. പിന്നെ പരിശോധിക്കാൻ ഇരിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി, പിന്നെ രാവിലെ ഒരു 9 മണി മുതൽ 12 മണി 1 മണി വരെയും പരിശോധിക്കാൻ വേണ്ടി ആൾക്കാർ വരുമ്പോൾ അവരെ ലൈനിൽ നിർത്താനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി ആശുപത്രിക്കാരുടെ കൂടെ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഈ PPE കിറ്റും ഒക്കെ ഇട്ട് PPE കിറ്റ് കിട്ടാൻ നിൽക്കുന്നത് ഒരു 5 മണി 6 മണിയാകുമ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞല്ലേ ഇവർ കൊണ്ടുപോയില്ലെന്ന് അറിയുന്നത്. ഉടനെ 108 ആംബുലൻസും അല്ല നമ്മുടെ വാഹനങ്ങളും എല്ലാം കൂടെ, നമുക്ക് കുറേ വാഹനം, എല്ലാ പാർട്ടിയുടെയും വാഹനം ഉണ്ടായിരുന്നു. അപ്പം ആ വാഹനത്തിൽ PPE കിറ്റ് ഇട്ടുകൊണ്ട് ഇവരെ വീട്ടിൽ നിന്ന് ഒന്ന് വിളിച്ച് ഓരോ സെൻറ്ററിൽ കൊണ്ടുവിടും. ഇനി അവിടെ നിന്ന് മരണപ്പെട്ട് കഴിയുമ്പോൾ വീട്ടുകാർക്ക് പേടി കാണാൻ വരാൻ ഒന്നാം സമ്മതിക്കല്ല കാണിക്കാൻ. നമ്മൾ തന്നെ ഹിന്ദുക്കളിലാണ്, മുസ്ലിങ്ങളിലാണ്, ക്രിസ്ത്യാനികളിലാണേലും മൃതദേഹം നമ്മളവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ തന്നെ കൊണ്ടുവന്ന് അടക്കുന്ന ചരിത്രങ്ങളുണ്ടായിരുന്നു ഒത്തിരി ഇടത്ത്. പിന്നെ ഒരു കാരണം വെച്ചാൽ നമ്മൾ വീട്ടിൽ കയറ്റില്ല. വീട്ടിൽ പോകുമ്പോഴേ പറയുന്നത് വേണ്ട ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് പേടിയ കുഞ്ഞു പിള്ളേരുള്ളതാ. വീടിന്റെ ഫ്രണ്ടിൽ ഡ്രസ്സ് എടുത്ത് കൂടിനകത്ത് വെക്കും. നമ്മൾ പോയി നമ്മുടെ ഡ്രസ്സ് വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയാലും വീട്ടിൽ കിടക്കും. ഇല്ലെങ്കിൽ ആശുപത്രിയുടെ തന്നെയാലോ ആംബുലൻസാലോ ആശുപത്രി വരാന്തല്ല കൂടുതൽ കിടക്കാറുള്ള. അങ്ങനെ കോവിഡ് സമയത്ത് അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീടാണ് ഈ വയനാട്ടിലെ ഉരുൾപൊട്ടലും പ്രളയവും ദുരന്തവും എല്ലാം കൂടി ഉണ്ടാകുന്നത്. ഇപ്പോഴും കിട്ടാത്ത മനുഷ്യരുണ്ട്. 100% കിട്ടാണ്. ഞങ്ങളുടെയൊക്കെ അവിടെ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മളത് പറയേണ്ടതാണ് പറയുന്നത്. നമുക്ക് മനസ്സിൽ താങ്ങിയല്ല. എങ്കിലും നമ്മളിവിടെ നിന്ന് അറിഞ്ഞ ഉടനെ എൻ്റെ ഫോണിൽ കുറേ കോളൊന്നും നടന്നു. ഈരാറ്റുപേട്ടയിൽ ഞാൻ ഉറക്കമായിരുന്നു. വെളുപ്പിനെ 5 മണി മുതൽ നമസ്കരിക്കാണ്ട് ഇറങ്ങിയപ്പോൾ എണ്ണിച്ചപ്പം, എടാ നിങ്ങൾ പോകുന്നില്ലേ, നിങ്ങൾ പോകണം, ഇത്രയും വലിയ സംഭവം നടന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യടാന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ട് അത്ര ഇല്ലല്ലോ നമ്മുടെ സംഘടനയ്ക്ക്. ഉടനെ ഈരാറ്റുള്ള ജാവാരിയിലെ ആൾക്കാരുടെ കുറേ ഫണ്ട് കുറേ പേര് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. അവർ കമ്പനിക്കാർ തന്നെ നിങ്ങൾ പോകുന്ന പൊക്കോ, നമുക്ക് ഫണ്ട് വേണം തരാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സംഘടനയുടെ ഗ്രൂപ്പിലേക്ക് തന്നെ അന്ന് പൈസ ഇട്ട് തന്നിട്ട് ഞങ്ങളന്ന് തന്നെ പോയി. വൈകുന്നേരം കൂട്ടി ഞങ്ങൾ അവിടെ എത്തി. നിങ്ങൾ വയനാട്ട് ചെല്ലുന്ന വൈകുന്നേരം ആകുമ്പോഴേ അവിടെ എത്തുള്ളൂ. അത്ര ലോങ് പോകണ്ടേ. റോഡിൽ മൊത്തം വെള്ളം കയറി കിടക്കുക, ഒരിടത്തും വണ്ടി പിടിയല്ല. പക്ഷെ നമ്മളെ റെസ്ക്യൂ സംഘടനയെന്ന് പറഞ്ഞ് അന്ന് ആൻഡമാനിൻ്റെ MP-യും എന്നാ സബാസ്റ്റ്യൻ കുളത്തെങ്കിലും സൂറ എന്ന് പറഞ്ഞ ഈരാറ്റുപേട്ട പേഴ്സണൊക്കെ നമുക്ക് 10 ലെറ്ററൊക്കെ തന്നായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുമ്പേ അവിടെ ലെറ്റർ ഇവർ കൊടുത്ത് 100% നിങ്ങൾക്ക് എന്ത് കേസിനും വിനിയോഗിക്കാൻ പറ്റിയ ടീമാണ് വരുന്നതെന്ന് പറഞ്ഞ് അവർ ലെറ്റർ കൊടുത്തു. ഞങ്ങൾ ഒപ്പം തന്നെ നിങ്ങൾ എമർജൻസി കയറ്റിക്കയർ വിട്ട്. ഞങ്ങളവിടെ പോകുമ്പോഴേ ഈ ചെളിക്കകത്ത് പുരണ്ട മൃതദേഹങ്ങളാണ് ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ടിരിക്കും. എല്ലാവരും ആരാ ഏതാണെന്ന് അറിയാൻ മേല, ചെളിക്കകത്ത് കിടക്കുക. ഉടനെ ഞങ്ങളും അവിടെയുള്ള കുറേ ആൾക്കാരെ കൂടി നമുക്കൊരു ധൈര്യം കൊടുത്തിട്ട് അവിടെയുള്ള ജനങ്ങളെ കൂടെ കൂട്ടി നമ്മൾ കുളിപ്പിച്ചിട്ട് പെണ്ണും ആണിനെയും മാറ്റി. എന്നിട്ട് സ്വർണ്ണം കാര്യങ്ങളൊക്കെ ഉള്ള പേടിയല്ലേ, പോലീസും എല്ലാവരും പോലീസുകാരൊക്കെ നിന്നുകൊണ്ട് തന്നെ ഒരേ മൃതദേഹത്തിൽ ഓരോരുത്തർ കൊടുത്ത് നമ്മൾ കുളിപ്പിച്ചിട്ട് തുണി പൊതിഞ്ഞിട്ട് ഓരോ റൂമിലേക്ക് നമ്മളാണ് മാറ്റി
എല്ലാവരും 150 പേരെ അന്ന് രാത്രി തന്നെ നമ്മളെല്ലാവരെയും മാറ്റി മാറ്റി വെച്ച് അല്ല ഇത് ഈ കിട്ടിയ ബോഡികളെല്ലാം ചെളിയോട് കൂടി ഒരിടത്ത് കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ചെളി കൊണ്ടുവരുമ്പം ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഒരേപോലെ ഇങ്ങനെ ഒരേ ചുമ്മാ റൂം പോലെ ഉണ്ട്, ആ റൂമിലേക്ക് കൊണ്ട് ചെളിക്കകത്ത് ഉടനെ അവിടെ കുളിപ്പിച്ച് റെഡിയാക്കി ഞങ്ങൾ റെഡിയാക്കി. അവിടെയുള്ള പ്രവർത്തകർ ഭയങ്കരമായിട്ടായിരുന്നു കേട്ടോ. അവിടെയുള്ള നാട്ടുകാരും ജീപ്പ് ഡ്രൈവർമാരും എല്ലാവരും പറയാതിരിക്കാൻ പറ്റില്ല. അവർ ആഹാരം പോലും കഴിക്കാത്ത രീതികളായിരുന്നു അവിടെയുള്ള നാട്ടുകാരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ രാവിലെ എണ്ണിച്ചപ്പോൾ ഒരു 6 മൃതദേഹം എടുക്കാൻ മേലാത്തുണ്ടായിരുന്നു. അത് പോലീസ് പട്ടാളക്കാരുടെ കൂടെ തന്നെ നമ്മൾ പോയി ആ ബോഡി എല്ലാം കരക്കെത്തി. പിന്നെ ഈ കയ്യും കാലും വിരളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു 10-25 കിലോമീറ്റർ താഴെ വനത്തിൽ വന്നിട്ട് അവിടെ നിന്ന് തപ്പി നമ്മൾ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും എല്ലാ പാർട്ടിക്കാരും കൊണ്ടോ എല്ലാ സന്നദ്ധ പ്രവർത്തകരും എല്ലാ പാർട്ടിക്കാരും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. കാരണം വെളിലോകം ഇനിയും അറിയാല അവർ ചെയ്ത പ്രവർത്തനം എന്താണ്. കാരണം 10-25 കിലോമീറ്റർ വെള്ളവും തീറ്റയില്ലാതെ എല്ലാ പാർട്ടിയും സംഘടനക്കാരും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റൊക്കെ ഞങ്ങളോട് അവിടുത്തെ നിയമകാലർ പറഞ്ഞ് എത്ര ദൂരം നിന്ന് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു പീസൊക്കെ അവിടെ എടുത്തിട്ട് കൂടിനകത്തിട്ട് കൊണ്ടുവന്നാൽ മതി, എന്നിട്ട് നിങ്ങൾ തന്നെ അവിടെ അടക്കിയിട്ട് വന്നേക്കാൻ പറയും. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഇത് പറയുവാണ്, ഞാൻ ഇപ്പൊ ഇനി ഇതിന് ഒരു വിഷയമാണെന്ന് എനിക്കറിയാൻ മേല. ഒരു 3 നില കെട്ടിടം ഉണ്ടായിരുന്നു. കെട്ടിടം ഇന്നും താഴെ തന്നെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് ഫുള്ള് ഭായിമാരാ. അപ്പൊ അവിടെ ചർച്ചകൾ ജനങ്ങൾ പറയുന്നത് അതിനകത്ത് മൊത്തം ഭായിമാർ അവരെ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറയുന്നത്. 100% അവിടെ നിന്ന് JCB എത്താൻ പറ്റിയല്ല. കാരണം ഇത് അപകടം നടന്നതിന്റെ ഒരു 3-4 കിലോമീറ്റർ താഴെ പോകുമ്പോഴേ JCB താഴത്തോട്ട് താന്നു പോവാ. ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഓടിച്ചു വിടുകയത്. കാരണം ഞങ്ങൾക്ക് 3 പേർക്ക് എലിപ്പനി വന്നു. കാരണം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെളിക്കകത്ത് ഇറങ്ങി തപ്പിച്ച എല്ലാവരും ഞങ്ങൾ മുതൽ മാഹീൻ എന്ന് പറഞ്ഞു, ഫൈസൽ എന്ന് പറഞ്ഞൊരുത്തനും ഞാനും കൂടെ ഞങ്ങൾക്ക് 3 പേർക്ക് എലിപ്പനി വന്ന് ഞങ്ങളവിടെ കൊണ്ട് റൂമിലേക്ക് മാറ്റി. അതൊക്കെ ഒരു വാർത്തയൊക്കെ ആയതാ ഭയങ്കരമായിട്ട്. അങ്ങനെയൊക്കെ ഞങ്ങളവിടെ നിന്ന് കൊണ്ടുവന്ന് കുറെ ദിവസം ആയിക്കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ പോയി തപ്പാൻ വേണ്ടി പിന്നെയും പോയി. അങ്ങനെയൊക്കെ വീട് കഴുകാനും പിടിക്കാനൊക്കെ ആയിട്ട് പിന്നെ പോയി ഒത്തിരി സാധനങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റി, ഫർണിച്ചർ കൊണ്ട് കൊടുക്കാൻ പറ്റി. എത്ര നാളുണ്ടായിരുന്നു അവിടെ? 15ഓളം ദിവസം അവിടെ തന്നെ ഞങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടെ വെച്ചൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമ്പിലെല്ലാം പിള്ളേരെല്ലാം കൊണ്ട് നിർത്തുമല്ലോ. അപ്പോൾ ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് വരാൻ നേരം ആയപ്പം ഒരു കൊച്ചു ഓടി വന്നിട്ട് പപ്പ എന്ന് പറഞ്ഞ് വിളിച്ച് ഞങ്ങളുടെ കൂടത്തിൽ തന്നെ. അപ്പം ആ കൊച്ചിന് പപ്പ മരിച്ചയാളാണ്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഒരു പാടായിപ്പോയി. ഞങ്ങളുടെ കൂടത്തിൽ അതേപോലെ തന്നെ ഒരാൾ ഡ്രസ്സെല്ലാം മാറി ഞങ്ങൾ വരാൻ വേണ്ടി ഇറങ്ങി. അപ്പം ഈ കൊച്ചിങ്ങനെ പിടിച്ചപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര പാടായിപ്പോയി പപ്പ എന്ന് വിളിച്ചപ്പോൾ. പിന്നെ അവൻ്റെ കൂടെ കുറേ നേരം ഞങ്ങളങ്ങനെ നിന്ന്. പിന്നെ ഞങ്ങൾ അവിടെ ചോദിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഒത്തിരി പേര് പറഞ്ഞ് പിള്ളേരില്ലാത്തവർ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു, പിള്ളേരെ കിട്ടിയാൽ കൊണ്ട് നമുക്ക് സർക്കാർ വേണ്ടി ഫണ്ട് അടയ്ക്കാം, എപ്പോഴും വീട്ടിൽ കാണാവുന്ന രീതിയിലൊക്കെ കൊണ്ട് ഞങ്ങൾ പറഞ്ഞായിരുന്നു. അതൊക്കെ ചോദിച്ചു നോക്കി. അപ്പോൾ അവർ എന്തൊക്കെ തന്നെ പിള്ളേരെല്ലാം കൊണ്ടുപോകാൻ. ഈ കോവിഡും വയനാട് ദുരന്തവും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് 2018 പ്രളയമുണ്ടായി. ഈ പ്രളയത്തിലായിരിക്കുമല്ലോ ഒത്തിരി പേരെ രക്ഷപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും. അത് 2018 അപകടത്തിൽ ഞങ്ങൾ ആരും വിളിച്ചൊന്നുമില്ല. ഞങ്ങളുടെ ഭാഗത്തിന് എപ്പോഴും വെള്ളം കയറി കിടക്കുന്നുണ്ട്, ആരും വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ മൂവാറ്റുപുഴയിലൊക്കെ TV കൂടെ ചാനലിൽ കൂടെ വന്ന് വെള്ളം കയറി ആലുവാട അവിടെ നിന്നൊക്കെ വെള്ളം കയറി ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആരും വിളിച്ചിട്ടൊന്നുമല്ല. ഞങ്ങൾ കുറേ പേര് ട്യൂബും വലിച്ച് കെട്ടി ജീപ്പിലോട്ട് മൂവാറ്റുപുഴ ഭാഗത്തോട്ട് ഞങ്ങൾ പോയി. അവിടെ പോയപ്പോഴേ റോഡ് ബ്ലോക്കായി. പിന്നെ ക്യാമ്പിലേക്കെല്ലാം മാറ്റി അവർക്ക് ഫുഡ് കൊണ്ട് കൊടുക്കാനും കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഫുഡ് കൊടുക്കേണ്ട ആൾക്കാരല്ല നമ്മളിപ്പം, ജനങ്ങൾക്ക് അപകടം നടക്കുന്നിടത്ത് പോകണം, അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് രാത്രി തന്നെ പേട്ടെ വന്ന് കളക്ട്രേറ്റിലൊക്കെ ഇങ്ങനെ എല്ലാം വിളിച്ചപ്പോൾ പോലീസുകാരൊക്കെ വിളിച്ചു, മേടാ നിങ്ങൾ ചങ്ങനാശ്ശേരിയിലോട്ട് പോവാ, ഇവിടെയാണ് വിഷയങ്ങൾ നോക്കുന്നത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അവിടെ പോയി ചങ്ങനാശ്ശേരി NSSന്റെ ക്യാമ്പിൽ ഞങ്ങളറിയാം ഒത്തിരി ബോഡി എടുക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കളക്ടറൊക്കെ അറിയാവുന്ന ഇവിടെ ക്യാമ്പിൽ നിൽക്കാൻ പറഞ്ഞ് ഞങ്ങൾ 6ഓളം പേര് അവിടെ ക്യാമ്പിലുണ്ട്. വെള്ളം ഇങ്ങനെ ഇവിടെ ഇറങ്ങുമ്പം അവിടെ വെള്ളം കൂടുക. നമ്മുടെ ഈ കുട്ടനാട് ഭാഗത്തോട്ടൊക്കെ വെള്ളം ഇവിടെ ഇറങ്ങുമ്പോഴേ കൂടുന്നത്. അപ്പം ആദ്യം ജനങ്ങൾ എത്ര പറഞ്ഞാലും മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, എൻ്റെ വീട് സേഫ്റ്റിയാണ്, എൻ്റെ വീട് മൃഗമുണ്ട്, പശുവുണ്ട്, അല്ല എൻ്റെ 2ാം നിലയുണ്ട്, നിങ്ങൾ വെക്കൂ, നിങ്ങൾ എന്നെ നോക്കണ്ട. ആദ്യം മെമ്പർമാരും പോലീസുകാരൊക്കെ പോയി പറയും. ലാസ്റ്റ് അവരോട് മുറ പറയും, നിങ്ങൾ പണി നോക്കടാ എന്ന് പറഞ്ഞു വിടും. ഈ വെള്ളം കയറി കഴിയുമ്പോൾ കയ്യും കയറിട്ട് ഇടി തുടങ്ങും. പിന്നെ ആദ്യത്തെ നില വെള്ളം കയറി 2ാം നില കയറുമ്പോൾ ഭായിമാരൊക്കെ ഒത്തിരി പ്രാവശ്യം വേണ്ടി ഒരു ഒളിച്ചിരുന്ന് ലൈറ്റൊക്കെ നിറച്ചിട്ട് വിളിക്കാകുമ്പോൾ ആരും ഇല്ലെന്നുള്ള രീതിയിൽ ലൈറ്റ് നിറച്ചിട്ട് വന്നു. രാത്രി ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പം കോട്ടയം കളക്ടറിന് ഒരു കോള് വന്നു. എവിടെന്നാ വിളിച്ച്? ഭായിമാരുടെ നാട്ടിലെ മന്ത്രിമാരെ വിളിച്ചിരിക്കും അവര്. ഞങ്ങൾ ദുരന്തത്തിൽ ഇപ്പം ഞങ്ങൾ രക്ഷപ്പെടുത്താൻ ഇവിടെ ഒത്തിരി പേര് പറഞ്ഞിട്ടും ലൈറ്റ് നിറച്ചിട്ട് വരാത്ത രീതി ഇരിക്കുന്നവര്. അപ്പം ഞങ്ങളുടെ വെള്ളം അവിടെ എത്തിയല്ല. വെള്ളം എത്തുമെന്ന് പറഞ്ഞാൽ ഈ കായലും കടലും കൂടെ എടുക്കുന്നുണ്ട്, തിരമാലടിക്കുന്നുണ്ട്, വെള്ളം പോയി അപ്പോഴും മറച്ചടിക്കും. വേറെ സംവിധാനമൊന്നുമില്ല. അപ്പം ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. ഞാൻ തീർച്ചയായിട്ടും പറ്റുമെന്ന് പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞപ്പം അന്ന് BJPക്കാർ അവിടെ ഉണ്ടായിരുന്നു കുറേ പേര്. ഞങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയവരുണ്ട്. വള്ളത്തേൽ കൊണ്ടുപോയി അവിടെ വള്ളത്തിൽ പോയിട്ട് ഈ ഞങ്ങളുടെ ഒരു 6 ഞാൻ പറഞ്ഞില്ലായിരുന്നു ട്യൂബ് ഉണ്ടായിരുന്നു.
ട്യൂബെ കയറിയിട്ട് കര കെട്ടിയിട്ട് ഞാൻ സാഹസികമായിട്ട് തന്നെ ഈ തിരമാലയ്ക്ക് ചവിട്ടി അപ്പൊ തീട്ടമുണ്ട്, എലിയുണ്ട്, കക്കൂസെല്ലാം നിറഞ്ഞു വരുമല്ലോ. ഇതെല്ലാം നമ്മൾ ജീവിച്ചുകൊണ്ട് അപ്പം അവിടെ പോയി ഇവർക്ക് ആരോഗ്യമില്ല. കാരണം ഇവർ 1-2 ദിവസമായിട്ട് ഫുഡൊന്നും ഇല്ലായിരിക്കും. ഞാൻ ഉടനെ കരയെ വന്ന് ഇവരോട് ചപ്പാത്തിയും അച്ചാറും ഉണ്ടായിരുന്നു, ഇതുകൊണ്ട് അവർക്ക് ആദ്യം കൊടുത്ത് വെള്ളവും കൊടുത്ത്. അപ്പം തന്നെ ഒരു 8 മണിയൊക്കെ ആയി. മണിക്കൂറോളം പിടിക്കും ഒന്ന് അവിടെ പോയിട്ട് കരിക്കുക. കാരണം കണ്ണെത്താൻ ദൂരത്ത് എത്തുമെങ്കിലും തിരമാല അടിക്കുന്ന കാരണം അടുത്തെത്താൻ പറ്റുന്നില്ല. ഇവർ ഒരു കൈ മോളിൽ പിടിച്ചിരിക്കുക, ഒരു കൈ കൊണ്ട പിടിക്കുന്നു, പൊങ്ങി നിൽക്കുക. അങ്ങനെ ഇവരെന്ത് ചെയ്ത് തിരമാല അടിക്കുന്നത് കൊണ്ട് ഞാൻ ഇവർക്ക് കൊണ്ട് ഫുഡെല്ലാം കൊടുത്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് ഓരോരുത്തർ ട്യൂബിലോട്ട് കയറ്റും. എന്നിട്ട് ആ തിരമാലയ്ക്ക് പറ്റുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് നമ്മൾ കയറുണ്ടല്ലോ, അങ്ങനെ ഒരാളെ കൊണ്ട് അങ്ങനെ 9 പേരെയും രാത്രി ഒരു 2 മണി 3 മണിയോട് കൂടി. പിന്നെ അതിനോടൊപ്പം ഞങ്ങൾ ഈ സംഭവമായിട്ട് തിരിച്ച ആളുമായിട്ട് വരുന്ന വഴിക്ക് തന്നെ കള്ളന്മാരെയും കണ്ട്. ഈ 2ാം നില 3ാം നിലയൊക്കെ വീട്ടിൽ സാധനം വെച്ചിട്ട് പോകുമ്പോൾ അവിടെ ഉള്ള വെള്ളമുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ഈ TV, ഫ്രിഡ്ജ് സാധനമൊക്കെ വെള്ളത്തെ കയറ്റി കട്ടുകൊണ്ട് പോകുന്ന അത് നമ്മൾ കണ്ട്. അത് നടക്കുന്നുണ്ട്. കള്ളന്മാരുണ്ട് ഈ രാത്രി കാലങ്ങളിൽ ഇത് കൂടി സ്ഥലത്തുകൂടി കള്ളന്മാർ ഇറങ്ങും കക്കാൻ വേണ്ടി. ഇതല്ലാത്ത അപകടങ്ങളിലും ആളുകളെ രക്ഷപ്പെടുത്തുന്ന അവസരം ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ മറന്നുപോകും ഓരോ കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിൽ പറഞ്ഞു വരുന്നത്, ഒരു ഗ്യാസ് ഊറ്റി കച്ചവടമുള്ള ആൾക്കാരുണ്ടല്ലോ, ഈ ഓട്ടോറിക്ഷയ്ക്കെല്ലാം നിറച്ചു കൊടുക്കുന്നവരും വേറെ കള്ളക്കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ വീട്ടിൽ ഗ്യാസ് ഊറ്റി നിറച്ചുകൊണ്ടിരുന്ന പെട്ടെന്നൊരു തീപിടുത്തം ഉണ്ടായി. അങ്ങനെ വീടിന്റെ പുറകിൽ മൊത്തം വീട്ടിലേക്ക് തീ പിടിച്ച്, അപ്പം ഗ്യാസ് ഊറ്റിക്കും കയറി തീ പിടിച്ചിട്ടാണ് ആ ഗ്യാസ് ഊറ്റിൽ നിന്നാണ് തീ അങ്ങനെ പൊട്ടിത്തെറിച്ചില്ല. അപ്പോൾ വീട്ടുകാർ മൊത്തം വീടിന്റെ വെളി ഇറങ്ങി നിന്ന് ഫയർഫോഴ്സിലൊക്കെ വിളിച്ച് പറഞ്ഞ് ഫയർഫോഴ്സുകാർക്ക് തിരിഞ്ഞ് കയറാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പം ഞാൻ ഫയർഫോഴ്സിന് സൗണ്ട് കേട്ടാൽ ഞാനും അറിയുന്നത്. ഞാൻ തൊട്ടടുത്ത് വാക്കാറമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് കിടക്കുന്നത്, ഇരാറ്റുപേട്ട ഭാഗത്താണ്. ഞാൻ ഉടനെ ഫയർഫോഴ്സ് എത്താൻ പറ്റും തിരിഞ്ഞു കയറാൻ പാടാണ്ട് ഞാൻ ഓടി അവിടെ പോയി. അപ്പോൾ കൊച്ചകത്തുണ്ട്, ബാക്കിയെല്ലാവരും തീ പിടിച്ചോ. ഞാൻ ഉടനെ അവിടെ നിന്ന് അരുവ എടുത്തോണ്ട് പോയി തൊട്ടിയുടെ മോൾഭാഗം അങ്ങനെ മുറിച്ച് തൊട്ടിക്കകത്ത് കടത്തിയിരിക്കുകയാണ്. കൊച്ചുകളൊക്കെ വീട്ടുകാരെല്ലാം വെളി ഇറങ്ങി നിൽക്കുക, കാറോ വലിയ കൊച്ചകത്തുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് അരുവ വേറെ പുല്ലോന്ന് പറഞ്ഞിരുന്ന അരുവ എന്ന് തോന്നുന്നു. അരുവയുടെ തൊട്ടിയുടെ മോള് മുറിച്ചിട്ട് തോളിലിട്ട് കൊച്ചിനെ വെച്ച് പെട്ടെന്ന് വെളി ഇറങ്ങും. ഗ്യാസ് ഊറ്റി ഒറ്റ പൊട്ടിത്തെറിയായിരുന്നു വീടിന്റെ മുകളിലോട്ട്. അങ്ങനെ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒത്തിരി ഗ്യാസ് ഊറ്റി ഉണ്ടായിരുന്നു, അതിൻ്റെ അടുത്ത് കുഴിയിലൊക്കെ എല്ലാം ഇട്ട് അപകടങ്ങളെല്ലാം ഒഴിവാക്കി. പിന്നെ ഫയർഫോഴ്സ് എല്ലാം കയറി വന്ന് തീയൊക്കെ നടക്കുക ചെയ്ത്. ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ രക്ഷാപ്രവർത്തനങ്ങളിലെല്ലാം മുഴുകി കേരളത്തിന് വെളിയിലേക്ക് നിങ്ങളെ വിളിച്ച സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിളിച്ച സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ചെന്നൈയിൽ പിള്ളേർ വെള്ളത്തിൽ മലബാർ ഭാഗത്ത് നിന്നാണ്ട് പിള്ളേർ പോയിട്ട് അവിടുത്തെ ഫയർഫോഴ്സും പോലീസൊന്നും എടുക്കാത്തതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് വരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നപ്പം പിറ്റേന്ന് രാവിലെ തന്നെ പൊങ്ങി വന്ന് അവിടെ പോകണ്ടെന്ന് വെച്ചു. പോകാനുള്ള റെഡി ആയതാണ്, ഫ്ലൈറ്റ് കയറി ഇപ്പോൾ എടുക്കാൻ വേണ്ടി നിന്നാണ്. പിന്നെ ഒരു ദിവസം ഞങ്ങൾ തമിഴ്നാട് ടൂർ വാൽപ്പാറയൊക്കെ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന വഴിക്ക് ഞങ്ങളൊരു മീൻ പൊരിച്ച് തിന്നുകൊണ്ടിരിക്കുക. ലൈവ് തമിഴ്നാട് ഭാഗത്തായി വാൽപ്പാറ പോയിട്ട് വരുന്ന വഴിക്ക് മീൻ പൊരിച്ച ലൈവ് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ജനങ്ങൾ മൊത്തം ഈ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം വെള്ളത്തിൽ ഇറങ്ങിയ ആൾക്കാർ വിളിക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് എല്ലാവരും ഓടുന്നു. അപ്പൊ നമ്മളും കൂടെ ഓടുമല്ലോ, എന്തെങ്കിലും സംഭവിക്കും. അപ്പൊ നമ്മുടെ വണ്ടിക്കകത്ത് എപ്പോഴും റെസ്ക്യൂവിന്റെ സാധനം കാണും. അപ്പൊ ഞാൻ നിങ്ങൾ ടൂറിന് പോയാൽ ടൂർ പോയാലും വണ്ടിക്കകത്ത് എപ്പോഴും കാണും. ടൂർ പോകാൻ പേടിയാണ് എനിക്ക്, കാരണം നാട്ടിൽ നിന്ന് സംഭവിക്കുന്നത് പേടിയുള്ള ആളാ. എന്റെ ഫോൺ സ്വിച്ച് ഓഫ് പോലും ആക്കിയല്ല അതുകൊണ്ട് മനുഷ്യനെ. അപ്പം ഇത് ഞങ്ങൾ പുറകെ ഓടിപ്പോയി കഴിഞ്ഞപ്പം ഫയർഫോഴ്സുകാർ വരുന്നുണ്ട്, ഒരാൾ വെള്ളത്തിലൂടെ മുങ്ങിപ്പോയി, മലയാളിയാ മലബാറുകാരാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാണിച്ച്, ടീം എമർജൻസിയുടെ ഒരു കാർഡും കാണിച്ച് സാധനമെല്ലാം കാണിച്ച് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾക്ക് ധൈര്യമൊന്നും ഇല്ല, നിങ്ങൾക്ക് ധൈര്യം കൊണ്ട് ഇറക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ധൃതി മൂത്ത്, കാരണം നമുക്ക് 100% എടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇത്ര ഇവിടുത്തെ സീനെന്നുള്ള വെള്ളം ഇല്ല. ഞാനുടനെ ഇട്ട് കയറിട്ടുണ്ട് നേരെ വെള്ളത്തിനടി പോയി. ആദ്യം എൻ്റെ താടി ഇടിച്ചു, കാരണം ഈ ഒരു പാറമട പോലത്തെ ഒരു സംഭവമാണ്. വെള്ളമാണെങ്കിൽ തന്നെ ഒത്തിരി പേര് കുളിക്കുന്നുണ്ട് മുകളിലോട്ടൊക്കെ. ഈ പയ്യൻ താഴത്തോട്ട് പോകുമ്പോൾ ഇവിടെ അങ്ങോട്ട് പോരുന്നു ബോർഡ് വെച്ചിട്ടുള്ള അവിടെ. പക്ഷെ അവിടെ പോയി ഈ കൊച്ചു ഒരു 16 അടി 20 അടി താഴ്ച, നദിയാണ്, ആറാ 16 അടി താഴ്ചോളം താഴത്തോട്ട് പോയി. അപ്പൊ ഞാൻ പോയി എന്റെ താടി ആദ്യം പൊട്ടി, ഒറ്റ മൂങ്ങൂല, അറിയാമല്ലോ. ലാസ്റ്റ് ട്യൂബ് മുകളിൽ നിർത്തിയിട്ട് ആ കയറ് പിടിച്ചാണ് എന്റെ കൂടത്തിൽ നിൽക്കുന്നവർക്കൊന്നും ഇറങ്ങി സഹായിക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല അവിടെ. ഞാൻ തന്നെ റെസ്ക്യൂ ചെയ്യുന്നൊരു സംഭവമാണ്. ട്യൂബ് ഫ്രണ്ട് നിർത്തിയിട്ട് കയറ് അകത്തിയിട്ടിട്ട് എന്റെ ശ്വാസം തന്നെ വലിഞ്ഞു കയറി വരുന്ന സംഭവമാണ്. പോയതേ കൊച്ചിനെ കണ്ട് അവനെ പൊക്കി എടുത്തോണ്ട് വന്നു. ഇതിന് രക്ഷോട്ട്, അവന്റെ മേല് മൊത്തം പൊട്ടിയിട്ടുണ്ടായിരുന്നു, ഒരഞ്ഞിട്ട് മോളിൽ ഒഴുകി വന്ന രക്ഷോട്ട്. പിന്നെ ആ സമയത്ത് തന്നെ നമ്മളവിടെ ഉണ്ടല്ലോ, ആ സമയത്ത് ലൈവ് ശരിക്കും അവന്റെ അഡ്രസ്സോ പേരൊന്നും എടുക്കാറില്ല. ഫോട്ടോ ഒക്കെ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടായിരുന്നു ഞാൻ. പിന്നെ ഇതൊന്നും ഞങ്ങൾക്കൊരു ഇതായിട്ട് തോന്നിയല്ല, കാരണം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമായതുകൊണ്ട്. ഇങ്ങനെ രക്ഷപ്പെട്ടവര് പിന്നീട് ബന്ധപ്പെട്ട സംഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ടോ? ഒത്തിരി കണക്കിന് ഒത്തിരി പേര്. കാരണം ഒന്നാമത് പേടിയാ, ഈ എന്തെങ്കിലും ചെയ്തിട്ട് നമ്മളവരെ സംസാരിക്കുകയോ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അവരുടെ വീട്ടിൽ പൈസ മേടിക്കാൻ പോയെന്നോ അവരെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞ് വിമർശനം പറയുന്നതുകൊണ്ട് പരമാവധി അവരുടെ നേരെ അഡ്രസ്സ് എൻ്റെ
ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയും സംഭവിച്ചിരിക്കുന്നവരുടെ എല്ലാവരുടെ അഡ്രസ്സും പേരും ഉണ്ട്. എൻ്റെ ഫോണിൽ ഒരിക്കലും ഞാൻ മേടിക്കാറില്ല. എന്തെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വന്ന വിമർശനം വിടുന്ന ആൾക്കാരല്ല മൊത്തം. അതുകൊണ്ട് പരമാവധി ആളുടെ പേര് പോലും എൻ്റെ മനസ്സിലില്ല എപ്പോഴും. എത്ര പേരുണ്ടെങ്കിലും അവരൊക്കെ സഹായിച്ചത്. ഇപ്പോൾ സാറ് ഏതെങ്കിലും വഴി കൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരാളെ എടുത്തിട്ടുണ്ട്, അവൻ്റെ പേരും അഡ്രസ്സും ജാതി എനിക്ക് അറിയാമെന്ന് പറയുള്ളൂ. ഇപ്പോൾ ഒരു സംഘടനയായിട്ടൂടെ ഇത് പ്രവർത്തിക്കുമ്പോൾ അതിനകത്ത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഇൻവോൾവ് ആണ്, അവരുടെ എല്ലാ സപ്പോർട്ടുണ്ട്. മതത്തിനും ജാതിക്കും അതീതമായിട്ടുള്ളൊരു പ്രവർത്തനം അല്ലേ നിങ്ങളിപ്പോൾ നടത്തുന്നത്? തീർച്ചയായിട്ടും. ഞങ്ങളത് ഞങ്ങളുടെ സംസ്ഥാന രക്ഷാധികാരി ജോഷി മൊഴിയങ്ങൻ എന്ന് പറഞ്ഞ ആളാണ്. രണ്ടാമത്തെ ആള് ജൂസു വെളിയത്ത് എന്ന് പറഞ്ഞ ആളാണ് സംസ്ഥാന പ്രസിഡന്റ്. പൂഞ്ഞാറ് സന്തോഷം എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളുടെ സംസ്ഥാന രക്ഷാധികാരി. അതേപോലെ ജാതിയും മതവും എല്ലാവരും ഇതിനകത്തുണ്ട്, എല്ലാ പാർട്ടിക്കാരുണ്ട്. പക്ഷേ പാർട്ടിക്കകത്തുള്ള ഉള്ളവരിനകത്ത് വേണം. പക്ഷെ ഓഫീസിൻ്റെ അത് ചെരുപ്പ് ഊരുമ്പോൾ അതിനകത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, അകത്ത് പാർട്ടി പരിപാടി മാത്രം സംസാരിക്കാൻ പാടില്ല. വെളിയെ ആർക്കും എന്തിനും പ്രവർത്തിക്കാം. ഏത് പാർട്ടിയിൽ ഏത് ലീഡർഷിപ്പ്, CPM-ൻ്റെയും BJP-യുടെയും എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുണ്ട്. ലീഗുണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, എല്ലാ സംവിധാനവും ഞങ്ങളുടെ സംഘടനയ്ക്കകത്തുണ്ട്. പക്ഷേ ചെരുപ്പ് ഒരു ഓഫീസിൽ കയറി കഴിയുമ്പോൾ ഈ ഒരു മൈൻഡ് സംസാരിക്കാൻ പാടില്ല. വാഹനത്തിൽ പോകുമ്പോഴും ആ കേസ് സംസാരിക്കാൻ പറ്റില്ല. റെസ്ക്യൂവിന് പോകുമ്പോൾ ഒറ്റക്കെട്ടായിരിക്കണം. അതുകൊണ്ട് ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് സംസാരിച്ചൊക്കെ തീരുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വീട്ടുകാർ ഒരു കാരണവശാലും വെളിയിൽ പറയാൻ പറ്റാതെ രഹസ്യമായിട്ടെന്ന് പറയാം, എൻ്റെ മകൻ അപകടത്തിലേക്ക് പോയിട്ടുണ്ട്, ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തകരെ ഒന്ന് രഹസ്യമായിട്ട് പറയും. ഈ അപകടത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പിള്ളേർ ലഹരി അടിച്ചിട്ട് ആദ്യം പോയി വീട്ടുകാരോടൊക്കെ നമ്മളൊക്കെ പലരും പറയും നിന്റെ മകൻ അപകടനിലയിൽ കാണുന്നുണ്ട്. അപ്പൊ വീട്ടുകാർ ഗർവിക്കും ഈ പറയുന്നവരെ, എൻ്റെ മകനൊന്നും ആ ടീമല്ല, ഇതിന്റെ പണി നോക്കടാവെന്ന് പറഞ്ഞ് ഗർവിക്കും. ലാസ്റ്റ് ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ഞങ്ങളെ പോലത്തെ സന്നദ്ധ സംഘടനയോ ആരെങ്കിലുമൊക്കെ ഒന്ന് രഹസ്യമായിട്ട് പറയും, എടാ മകൻ ഇങ്ങനെ വഴിതിരിച്ച് പോകുന്നുണ്ട്, ഒന്ന് സഹായിക്കണം, വേറെ ആരും അറിയരുതെന്ന് പറയും. അപ്പൊ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് പിടിച്ചോണ്ട് പോകുമ്പോൾ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകാം? ഞങ്ങൾ സെന്ററുകളിൽ കൊണ്ടുപോകും. ഈ അഡിക്ഷൻ സെന്ററുകളിൽ കൊണ്ടുപോയി രക്ഷപ്പെടുത്തും. അപ്പം അങ്ങനെ അറിയാൻ മേലാതെ രഹസ്യമായിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞങ്ങൾ കൊണ്ടുപോയെന്ന് അറിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടുകാർ ഞങ്ങളുടെ കെറിവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾ പോലീസിൽ അറിയിക്കാൻ പറയും. പോലീസിൽ അറിയിച്ചിട്ട് അവരുടെ വീട്ട് ഉമ്മായും ചേട്ടനും പാപ്പ എല്ലാം കൂടെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോൾ പോലീസ് മുഖേന ഞങ്ങൾക്കൊരു കത്ത് വരും, സഹായിക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങളിപ്പം ഓരോ സെന്ററുകളിലേക്ക് കൊണ്ടുപോകും. സെന്ററുകളിൽ കൊണ്ടുപോയി അവരുടെ പുറകിൽ ഞങ്ങൾ നിൽക്കും. ആ പിള്ളേരെ കരകയറ്റി രക്ഷപ്പെട്ടു വന്നു കഴിയുമ്പോൾ അവരെ ഞങ്ങൾ സ്ഥാപനങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തകരുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ കൂട്ടുകാരന്മാരുടെ സ്ഥാപനങ്ങളിലൊക്കെ നിർത്തി നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്തിൽ അമ്മമാരെ നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 63ഓളം പേരെ അങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ഒരു 10-20 പേര് ഇതിന്റെ അടിമയെപ്പോട്ട് രക്ഷപ്പെടാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട്. പിന്നെ പെൺപിള്ളേർ രക്ഷയില്ലാത്ത ഈടെ ഞങ്ങളൊരു ആക്രി കച്ചവടത്തിന് നമ്മുടെ ഒരു പാലാഭാഗത്തോട്ട് കച്ചവടത്തിന് പോയപ്പം ഒരു കൊച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ഫ്രിഡ്ജ് കൊടുക്കാനുണ്ട്, എടുക്കാവോന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ എമർജൻസി പ്രവർത്തകരെല്ലാം നന്മയുള്ള ആൾക്കാരാണല്ലോ. അതേപോലെ പുതിയ ഫ്രിഡ്ജ് എന്തിനാ മോനെ ഈ ഫ്രിഡ്ജ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ, പിള്ളേർക്ക് ലഹരിയുള്ള പിള്ളേരുണ്ടല്ലോ, അപ്പൊ വെളിയിൽ പഠിക്കാൻ പോയ പിള്ളേരാ. ഉടനെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ മേടിച്ചാൽ പോരെന്ന് ചോദിച്ചു. എത്ര വേണമെന്ന് ചോദിച്ചു. അപ്പോൾ 3000 രൂപ. അപ്പോൾ ഞങ്ങൾ ഫ്രിഡ്ജിന്റെ വിലവിന് അടിച്ചു നോക്കി 30,000 മുകളിൽ വില വരുന്ന ഫ്രിഡ്ജാണ്. വെളി ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒഴിവായി വന്നേക്കാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ കച്ചവടത്തിന് വന്നേക്കാന്ന് പറഞ്ഞു. ചൂടായി. ഞാൻ ഉടനെ പിറ്റേന്ന് അവിടെ നിന്ന് മെമ്പർ പേ കണ്ടിട്ട് വീട്ടിൽ അന്വേഷിച്ച് അവരുടെ വീട്ടുകാരെ കണ്ടെത്തിയിട്ട് ഈ കൊച്ചിനെ അന്വേഷിച്ച് പറയുന്നത്. അപ്പോൾ എന്നോട് ചൂടായി പുള്ളി, നിങ്ങളെന്തിനാ ഇതൊക്കെ അന്വേഷിക്കാൻ പറഞ്ഞു, കാര്യങ്ങളുണ്ടല്ലോ പറയുന്നത്. ഞാൻ ഉടനെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് പോലീസുകാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തുകാരൊക്കെ ബന്ധപ്പെട്ട് ബോധിപ്പിച്ചപ്പം ഇതിന്റെ പിന്നി കാര്യങ്ങളുണ്ട്. ഉടനെ ആ കൊച്ചിനെ 3 പിള്ളേരെ ഞങ്ങൾ, അതിന്റെ കൂട്ടുകാരികളെ 3 പേരെ ഞങ്ങൾ കൊണ്ടുപോയി രക്ഷപ്പെട്ട്. പെൺകുട്ടികളാണ്. ഈ അടുത്ത കാലത്തായിട്ട് ലഹരിയുടെ ഉപയോഗം വലിയ തോതിൽ ഭയങ്കരമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഭീഷണിയാണ്. ഇത് പിടിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെപ്പോഴും പുണ്യാളന്മാരൊന്നുമല്ലല്ലോ, എന്തെങ്കിലും റെസ്ക്യൂവിന് എവിടെയെങ്കിലും ചെറിയൊരു പിഴ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും സോഷ്യൽ മീഡിയ എഴുതി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എതിരെ നിൽക്കുന്ന സംവിധാനങ്ങൾ മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ മേല. ഈ ലഹരിയുടെ ആൾക്കാരെ കൊണ്ടുപോകുന്ന ആൾക്കാർ മൊത്തം വിഷയങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്ന് അറിയാമല്ലോ. ഇവരെല്ലാവരും കൂടെ കയറി ഞങ്ങളുടെ ഫേസ്ബുക്കിലൂടെ അങ്ങോട്ട് കയറുതാൻ തുടങ്ങും. ഇപ്പൊ എത്ര പ്രവർത്തകരുണ്ടാവും? മൊത്തത്തിൽ സംസ്ഥാനം മൊത്തം 250 പേരുണ്ട്. ഒരാൾക്കൊരു കാലം മുറിവോ കാര്യം സംഭവിച്ചാൽ ഞങ്ങൾ 200 രൂപ വെച്ചിട്ടാലും ഞങ്ങളുടെ പ്രവർത്തകർക്ക് അതിജീവിക്കാൻ പറ്റും. ഒരു കൊച്ചിന്റെ കല്യാണം വന്നാൽ ഞങ്ങളൊരു 100 പേര് 1000 രൂപ വെച്ചിട്ടാലും ആ വീട്ടിൽ കൊണ്ട് 1,00,000 രൂപ മണിക്കൂറിന് കൊടുക്കാൻ പറ്റും. ഞങ്ങൾ 250 പേരുണ്ട്. അങ്ങനെ ഇതുവരെ ദൈവം വിട്ടിട്ടില്ല. ഞങ്ങളുടെ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് ആർക്കെങ്കിലും അപകടം വന്നാൽ 1000 രൂപ 500 രൂപ വെച്ചെടുത്താൽ നമുക്ക് തന്നെ. പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം ഏറ്റവും വലിയ അംഗീകാരം കിട്ടുന്ന ആശുപത്രിയുടെ പേര് ഇപ്പം ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ചെയ്തൊരു അംഗീകാരമായിട്ട് ഞങ്ങൾ 100 പേർക്ക് 5 ലക്ഷം രൂപ വെച്ചുള്ള ഇൻഷുറൻസ് അനുവദിച്ച് കിടക്കുക. അത് കഴിഞ്ഞ മാസം കൊടുക്കാന്ന് തരാന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ജോലി തിരക്കും കാര്യങ്ങളുകൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ പ്രവർത്തകർക്ക് ജനങ്ങൾ തന്നൊരു വലിയൊരു അംഗീകാരമാണത്. 100 പേർക്കാണ് 5 ലക്ഷം രൂപ വെച്ചുള്ള ഇൻഷുറൻസ് ഏത് ഹോസ്പിറ്റലിലും പോയി ചികിത്സിക്കാൻ പറ്റിയ രീതിയിലുള്ള. പിന്നെ ഞങ്ങളുടെ പേട്ടയിലുള്ള ഹോസ്പിറ്റലുണ്ട്, PMC ഹോസ്പിറ്റല്,
തൊട്ടടുത്ത് സൺറൈസ് ഹോസ്പിറ്റലുണ്ട്. അവിടെയൊക്കെ ഞങ്ങളുടെ പ്രവർത്തകർക്ക് റെസ്ക്യൂ സമയത്ത് എന്താ അപകടം വന്നാലും ഫ്രീ ആണ്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻസ് പിന്നെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടുള്ളത്? റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിയുമ്പം പെട്ടെന്ന് മരങ്ങൾ ഒടിഞ്ഞ് കമ്പി വീഴും. അപ്പോൾ ആ സ്ഥലം മൊത്തം കറണ്ട് പോകും. ഫയർഫോഴ്സിന്റെ ഒരു യൂണിറ്റ് നമ്മുടെ ഭാഗത്ത് കാണുള്ളൂ, കാരണം പാലാ യൂണിറ്റ് വരാൻ പറ്റിയല്ല. അപ്പം ഞങ്ങളുടെ ടീമിലേക്ക് കോൾ വരും. കോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ 6 ഇടത്ത് ഒരേ സമയത്ത് മരം മുറിക്കാനുള്ള ടീം നമ്മുടെ ഉണ്ട്. മിഷ്യന്മാരും കാര്യങ്ങളൊക്കെ നമ്മുടെ ടീമിലുണ്ട്. അപ്പോൾ 6 ഇടത്തായിട്ട് ഞങ്ങൾ പെട്ടെന്ന് പോയി മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി കാര്യങ്ങളൊക്കെ നടത്തും. പിന്നെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് പാമ്പിന്റെ ശല്യം ഭയങ്കരമായിട്ട് വരാറുണ്ട്. അപ്പം നമുക്ക് സർപ്പേന്ന് തന്നെ ലൈസൻസ് ഉള്ള പ്രവർത്തകർ നമ്മുടെ സംഘടനയിലുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ഈ പാമ്പിനെ പിടിക്കാൻ രാത്രിയിലും പകലും വരുന്ന പാമ്പിനെ പിടിച്ച് ഫോറസ്റ്റിന്റെ അവർ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ പാമ്പിനെ പിടിച്ച് നമ്മുടെ ഓഫീസിൽ കൊണ്ട് വെക്കും. എന്നിട്ട് അവർക്ക് കൈമാറി കൊടുക്കും. കറക്റ്റായിട്ട് പരിശീലനം കിട്ടി വരാം. അതിന്റെ കറക്റ്റ് ട്രെയിനിങ്ങും അവരുടെ അതിന്റെ ഇതിന്റെ ഗ്രൂപ്പിലുള്ളവരാണ്. നമ്മുടെ ഓഫീസിൽ കൊണ്ട് വെക്കും. ഓഫീസിൽ കൊണ്ട് വെച്ചിട്ട് ഫയർഫോഴ്സുകാർ തന്നെ വന്ന് അത് എടുത്തുകൊണ്ട് പോയി കൊണ്ടുപോകാറുണ്ട്. ഇപ്പോൾ ഫുൾ ടൈം ഈ പറഞ്ഞ റെസ്ക്യൂ ഓപ്പറേഷനിലാണോ ഇൻവോൾവ് ആയിരിക്കുന്നത്? റെസ്ക്യൂ പ്രവർത്തനമായിരുന്നു കുറേ. ഇപ്പോൾ ഒരു 1-2 മാസമായിട്ട് ചെറിയൊരു നമുക്ക് ചെയ്യുന്ന പ്രവർത്തനമല്ല, വേറെ രീതിയിലൊക്കെ ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങിയിട്ട് മനസ്സിലൊരു വിഷമം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ സാമ്പത്തികം മേടിക്കുമോ ഇല്ല എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത രീതിയിലേക്ക് നമ്മളെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ സോഷ്യൽ മീഡിയ വഴി നമ്മളെ തീർത്ത് കളയുക. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഫോൺ കുറേ ദിവസമായിട്ട് സ്വിച്ച് ഓഫ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. കാരണം വീട്ടിൽ പോയി കിടക്കുമ്പം ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് കിടക്കുന്ന ഒരു ഫീലിങ്ങിൽ ആ ഒരു സന്തോഷം വേറെയാണ്. ഒരാളെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ കട്ടിലേ പോയി കയറി കിടക്കുമ്പം ആ ഒരു ദൈവത്തിനോട് തുല്യം നമ്മൾ ചെയ്ത ഫീലിംഗ് വരുമ്പോൾ നമുക്കൊരു വലിയൊരു അനുഭൂതിയാണ്. പക്ഷേ ഈ അടുത്ത മനുഷ്യൻ വേദനിപ്പിക്കുന്ന രീതിയിൽ എഴുതാൻ തുടങ്ങി, വിഷമം വരാൻ തുടങ്ങി. അത് വളരെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഭയങ്കരമായിട്ട്. കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഉപകാരം ചെയ്തിട്ട് പൈസ ആയിട്ട് വന്ന ആൾക്കാരുണ്ട്. എൻ്റെ കഴിവ് ദൈവം എടുത്തുകളെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ ഞാൻ വേണ്ടെന്ന് പറഞ്ഞ ചരിത്രങ്ങൾ ഒത്തിരി പേരുണ്ട്. അതൊന്നും ആർക്കും അറിയാൻ മേല, രഹസ്യമായിട്ട് വെച്ചിരിക്കുക. പക്ഷേ നമ്മുടെ സംഘടനയ്ക്ക് തരുന്ന പൈസ ഞാൻ വ്യക്തിപരമായിട്ട് മേടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ അത് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആളുകളുണ്ടാവും അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ. തീർച്ചയായിട്ടും അത് പരിഗണിച്ച് അല്ലെങ്കിൽ അതിനെ വിലക്കെടുത്ത് നമ്മളെ സമൂഹം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മനസ്സിന് സംതൃപ്തിയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് പിന്മാറാൻ പാടില്ല. അത് നാളെ അല്ലേ മറ്റന്നാൾ മനുഷ്യർ തിരിച്ചറിയുക തന്നെ ചെയ്യും. സാറേ അതൊക്കെ ശരിയാണ്. പക്ഷേ എൻ്റെ കൂട്ടത്തിലുള്ളവരും എല്ലാവരും എൻ്റെ നാട്ടിലുള്ളവരും വെളിയിലുള്ള ആൾക്കാരൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഞാൻ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുടുംബത്തിലുള്ള പിള്ളേരും വീട്ടുകാരും കൂടെ നമ്മളോട് വാപ്പിയപ്പരടിക്ക് പോകണ്ട. അല്ല, അവർക്ക് തീർച്ചയായിട്ടും വേദന ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഒരു കഥകളൊക്കെ ആളുകൾ പറയുമ്പോൾ. അപ്പോൾ എൻ്റെ ഫോണിൽ കോള് വരുമ്പം ഞാൻ എത്ര തിരക്കിലാണേലും എൻ്റെ കടയും എൻ്റെ കച്ചവടമൊക്കെ ഈ റെസ്ക്യൂ പ്രവർത്തനത്തിൽ തീർന്നു പോയാളാ ഞാൻ. 38 ലക്ഷം രൂപയുടെ വീടിന് വീട്ടുകളഞ്ഞ് ഒത്തിരി ബുദ്ധിമുട്ടി മുമ്പോട്ട്. അപ്പം ജനങ്ങൾ കോള് വിളിക്കുന്ന സ്പിരിറ്റ് കൊണ്ട് ഏത് കച്ചവടത്തിൽ നിൽക്കുന്നുള്ള ഞാൻ ഓടി ഇറങ്ങിപ്പോവും. പക്ഷേ ജനങ്ങൾ ഇതേപോലത്തെ കാര്യങ്ങൾ ഈ അടുത്ത് കുറേ എഴുതിപ്പോൾ എനിക്ക് മാനസികമായിട്ട് താങ്കളുടെ സേവനം, അഷ്റഫ് കുട്ടിയുടെ സേവനം ഈ നാടിന് ഇനി ആവശ്യമുണ്ട്. മുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന വക്കിൽ നിൽക്കുന്ന ഒരാളെ മനസ്സിൽ കാണുക. സഫാരിയുടെ ലക്ഷക്കണക്കിന് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് അഷ്റഫ് കുട്ടിയെ പരിചയപ്പെടുത്തിയത് തന്നെ അഷ്റഫ് കുട്ടിയോടുള്ള ആദരവല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ സമൂഹം താങ്കളെ ആദരിക്കുന്നുണ്ടോ എന്ന് സംശയം വല്ലതും ഉണ്ടോ? പക്ഷേ മനുഷ്യനാകുമ്പോൾ നമുക്ക് പതിരുമല്ലോ. തീർച്ചയായിട്ടും. എപ്പോഴും ധൈര്യത്തോടുകൂടി ഏത് കേസ് ഞാൻ ഹാൻഡിൽ ചെയ്യും. എനിക്ക് ഫയർഫോഴ്സോ പോലീസോ അല്ലെങ്കിൽ എത്ര സംവിധാനം നിന്നാലും ഒരു മനുഷ്യജീവിക്ക് അവിടെ ബുദ്ധിമുട്ട്. എൻ്റെ മരണം ഞാൻ എപ്പോഴും എൻ്റെ സഹപ്രവർത്തകർ പറയാറുണ്ട്, ഏതെങ്കിലും വെള്ളത്തിൻ്റെ അടിയിലോ ഏതെങ്കിലും കൊക്കയിലോ എവിടെ വെച്ചായിരിക്കും. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ തീരുമാനത്തിൽ വന്നത്. അപ്പോൾ എനിക്ക് പേടിയില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ഇത്രയും ആൾക്കാരെ രക്ഷപ്പെടുത്തിയതും ഇത്രയും കാര്യങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയതൊക്കെ. പക്ഷേ ഓരോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കത് എന്താ വസ്തുത മനസ്സിലാക്കാതെ ആൾക്കാർ പറയുമ്പോൾ ചിലവർ നമ്മളെ ഫോണിൽ വിളിച്ച ടെൻഷൻ വരുന്നതുകൊണ്ടാണ് അങ്ങനെ. അഷ്റഫ് കുട്ടി കുറേ വർഷങ്ങളായി ഈ പറഞ്ഞ റെസ്ക്യൂ ആളുകളെ രക്ഷപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിലൊക്കെ മുഴുകി നടക്കുകയാണ്. ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ദൈനംദിന ജീവിതം മുമ്പോട്ട് പോകുന്നത്? അതിനുള്ള ഒരു തൊഴിൽ എന്താണ് ഈ കൂടെ ചെയ്യുന്നത്? ഇപ്പം അത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ബിസിനസ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എൻ്റെ കടയും പ്രസ്ഥാനമൊക്കെ ഉണ്ട്. ആൾക്കാർക്ക് അപകടം വന്നു കഴിയുമ്പോൾ എൻ്റെ ഫോണിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ആ പ്രസ്ഥാനം ഇട്ടിട്ട് ഓടി ഇറങ്ങിപ്പോവും. എൻ്റെ 3-4 സ്ഥാപനം ഇല്ലാതെയായി പോയി. അത് കഴിഞ്ഞ് നാട്ടിലുള്ള നല്ല നല്ല ജനങ്ങൾ തന്നെ എന്നെ കണ്ടിട്ടാ ഞാൻ പൈസ തരാം, നീ കച്ചവടം ചെയ്യുന്ന പോലെ കച്ചവടമായിട്ട് ചെയ്ത്. പിന്നെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജ്യേഷ്ഠന്മാരുടെ കടയിലും എല്ലായിടത്തും ഇറച്ചിയുടെ പണിക്കും എല്ലാം എനിക്കറിയാം. അവിടെയൊക്കെ പണിക്ക് പോകും. അവർ 2000-3000 രൂപ എല്ലാം പണിയാൻ പോകും. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുക മുമ്പോട്ട്. പിന്നെ ഈ അടുത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നതിനെ സഹായിച്ചിട്ട് ഈ പള്ളിപ്പറമ്പിലും അമ്പലത്തിലൊക്കെ ബജി മുളകിൻ്റെ പരിപാടി ലേലത്തിൽ കട പിടിച്ചിട്ട് അവിടെ പോയി
ഈ കച്ചവടം ചെയ്യാറുണ്ട്. അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ജനങ്ങൾ നല്ല സഹകരിക്കും. നമ്മളെന്ന് അറിയുമ്പം ജനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. വീട്ടുകാരുടെ മനോഭാവം എങ്ങനെയാണ്? വീട്ടുകാരുടെ സപ്പോർട്ടുണ്ടോ ഇതിന്? ആദ്യം വീട്ടുകാർ ഭയങ്കര എതിർപ്പായിരുന്നു. കെറുവെച്ചെല്ലാം പോയിട്ടുണ്ട്. വീട്ടിൽ വേറെ പണിയൊന്നും ഇല്ലേ. ഒരാൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അന്ന് കിട്ടിയില്ലേ പിറ്റേ ദിവസം വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങിയല്ല. വൈഫ് എന്നോട് ചോദിക്കുന്നത്, നിങ്ങളുടെ അളിയനോ അനിയനോ ചേട്ടനോ അല്ലെ കൂട്ടുകാരന്മാരോ വല്ലതും ആണോ നിങ്ങൾ തിരിഞ്ഞും പറഞ്ഞ് എന്താ കിടക്കുന്നത്, കിടന്ന് ഉറങ്ങും മനുഷ്യ എന്ന് പറയും. ഞാൻ ബോഡി പോയി കഴിഞ്ഞാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല. പിള്ളേർ ലാസ്റ്റ് കളിയാക്കും, വാപ്പിക്ക് എങ്ങനെ ബോഡി കിട്ടണമെന്നാ കേട്ടോളും പിള്ളേർ ഇപ്പം പറയുന്നത്. കാരണം വീട്ടിൽ വന്നാലും ഞാൻ ആഹാരം കഴിക്കില്ല, അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് തിരിഞ്ഞ് കിടക്കും. അപ്പോൾ അഷ്റഫ് കുട്ടി, എത്ര പ്രതിസന്ധി ഉണ്ടായാലും ആരൊക്കെ എതിർത്താലും മനുഷ്യൻ്റെ ജീവനെ രക്ഷിക്കാനുള്ള ഈ പ്രവർത്തനം, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ട ഒരാളുടെ ദേഹമെടുത്ത് അവരുടെ ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഈ പ്രവർത്തനം ധൈര്യപൂർവ്വം തുടരുക. സമൂഹം നിങ്ങളുടെ ഒപ്പമുണ്ട്. എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, താങ്ക്സ്.